ശുദ്ധാഹൃദയം കലുകച്ചെയ്യുമു, ശുദ്ധാഹൃദയം കലുകച്ചെയ്യുമു. నీ వాత్సల్యం, నీ బాహుల్యం, నీ కృప కణికరం చూపించుము. నీ వాత్సల్యం, నీ బాహుల్యం, నీ కృప కణికరం చూపించుము. పాపము చేశాను, దోహినై ఉన్నాను, పాపము చేశాము, జోగినై ఉన్నాను, తెలియసున్నది నా అతిక్రమమే, తెలిసి ఉన్నది నా పాపములే, తెలిసి ఉన్నది నా అతిక్రమమే, తెలిసి ఉన్నది నా పాపములే. నీ సన్నిధిలో పరిశుద్ధాత్మను నన్నే నిన్ కృపయా, నీ సన్నిధిలో పరిశుద్ధాత్మతో నన్నే నిన్ కృపయా. శుద్ధాహృదయం కలుగచేయుము, శుద్ధ హృదయం కలుగచేయుము. నీ వాత్సల్యం, నీ బాహుల్యం, నీ కృప కణికరం చూపించుము. నీ వాత్సల్యం, నీ బాహుల్యం, నీ కృప కణికరం చూపించుము. శుద్ధాహృదయం కలుగచేయుము, శుద్ధాహృదయం కలుగచేయుము, శుద్ధాహృదయం కలుగచేయుము, శుద్ధాహృదయం కలుగచేయుము. దేవుడా, నాకు శుద్ధాహృదయం చాలు దేవా. అలా ഹലോ, പ്രൈസ് ദി ലോർഡ്. എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ, അത് തന്നെ സന്തോഷകരമായ കാര്യമാണ്. കൈയും കാലിനും ഒക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിലും കേട്ടോ, വേദനയും ഈ രോഗവും ക്ഷീണവും ഒക്കെ ഈ മർത്യ ശരീരത്തിലുണ്ടാകും. ആമേൻ. ഭാരപ്പെടേണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സൗഖ്യത്തിൻ്റെ കരം നീട്ടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ കണ്ട ആളുകൾ നമ്മുടെ സാക്ഷ്യം കേട്ടിട്ട്, നമ്മുടെ ജീവിതം കണ്ടിട്ട് അവർ വിശ്വാസത്തിലേക്ക് വരും കേട്ടോ. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. വചനം കേൾക്കുന്ന സത്യമാണ്, വചനമാണ് ജീവിപ്പിക്കുന്നത്. പക്ഷെ മറ്റൊരു സൈഡ് ഞാൻ പറയുക, മറ്റൊരു വശമേ, നിങ്ങളെ കണ്ടിട്ട് ആളുകൾ വിശ്വാസത്തിലേക്ക് വരും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ശുശ്രൂഷകൾ കണ്ടിട്ട് ആളുകൾ അതുപോലുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവസന്നിധി സമർപ്പിക്കപ്പെടും. നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് അതുപോലെ ആളുകൾ ഇതുപോലെ എനിക്ക് പാടാൻ ദൈവമേ കൃപ തരണേ എന്ന് പറഞ്ഞ് ആളുകൾ ശുശ്രൂഷയിലേക്ക് ബൂസ്റ്റപ്പായി വന്ന് വീഴും. സ്തോത്രം. നിങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത് കണ്ടിട്ട്, കർത്താവേ ആ മനുഷ്യൻ കൊടുത്തതുപോലെ എനിക്കൊന്ന് കൊടുക്കാൻ. ഞാനും ഈ കഴിഞ്ഞ ദിവസം ഞാനും വൈഫും കൂടെ എൻ്റെ വൈഫിൻ്റെ പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ കോയമ്പത്തൂരോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുള്ളൂ, വേറെ ആരുമില്ല. വണ്ടിക്കകത്തിരുന്ന് ഞങ്ങൾ പാട്ടും പാടി ഇങ്ങനെ പോകുന്ന സമയത്ത് പറഞ്ഞ് വൈഫിനോട് പറയായിരുന്നു, നമുക്കൊരുപാട് പേരെ സഹായിക്കാൻ ദൈവം വഴികൾ തുറക്കട്ടെ,
നമുക്ക് ഒരുപാട് പേരെ, നമുക്ക് അങ്ങനെ തന്നെ പറയാം, നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ കർത്താവ് വഴികളും മുഖാന്തരങ്ങളും തറക്കട്ടെ. ഞാൻ പറയും തീർച്ചയായിട്ടും പ്രസംഗം മാത്രമല്ല, ഒരുപാട് പേരെ സഹായിക്കാനും കൂടെ നമ്മുടെ കയ്യിലൊന്നും കൊടുക്കാനില്ലാതെ രസം. പക്ഷേ ദൈവം അത് തന്നാൽ കർത്താവെ കൊടുക്കണം, ആഗ്രഹമുണ്ട് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കർത്താവ് അവൻ നമ്മുടെ ജീവിതം കൊണ്ട് ചില ആളുകൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. സ്തോത്രം. തിരുവഴുത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ചില ആൾക്കാരുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. അപ്പോസ്തല പ്രവൃത്തി തന്നെ നോക്കി. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് വന്നേ. 8-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. നിങ്ങൾ നോക്കൂ. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. കണ്ടോ, പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. ഇവിടെ സ്നാനം നടന്നെന്ന് എഴുതിയേക്കുന്നത്. നമ്മളെ വിശ്വസിച്ച് സ്നാനമേക്കുവോ ആൾക്കാർ? ഞാൻ ദുരുപദേശം പ്രസംഗിക്കുക എന്ന് പറയരുത്. ഞാൻ ബൈബിളിൽ എഴുതിയേക്കുന്നത് നിങ്ങളെ ആദ്യമേ വായിച്ച് കേൾപ്പിച്ചു. എന്താ എഴുതിയേക്കുന്നത്? എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. എന്ന് പറഞ്ഞാൽ പീലിപ്പോസിനെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് ചുരുക്കം. പീലിപ്പോസിൻ്റെ പ്രസംഗം മാത്രമല്ല, പീലിപ്പോസിൻ്റെ ഫാമിലിയെ ഒന്ന് നോക്കി നാട്ടുകാർ. സ്തോത്രം. വിശ്വസിച്ചപ്പോൾ അവർ സ്നാനമേറ്റു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? കണ്ട, പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. സ്തോത്രം. നമ്മെ ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ചില കാര്യത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ സ്വഭാവവും നമ്മുടെ ഇടപാടുകളും ജനം പെട്ടെന്ന് വായിച്ചെടുക്കും. നമുക്ക് ചില പാടാ വായിക്കാൻ, എന്നാൽ ജനം പെട്ടെന്ന് വായിക്കും അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ സാജു മാത്യു സാറിൻ്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടു. എന്താ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാനും വൈഫും കൂടെ വണ്ടി യാത്ര ചെയ്യുന്ന നേരത്ത് സാജു മാത്യു സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ ഓണാക്കിയിട്ട് കേട്ടോണ്ടാ പോകുന്നത്. അദ്ദേഹം എടുത്തൊരു ക്ലാസ്സിനകത്ത് പറഞ്ഞൊരു വാക്ക് എന്നെ വളരെയധികം ചലഞ്ച് ചെയ്ത് എനിക്ക് ഭയങ്കര ചലഞ്ചായിപ്പോയി. അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നും പറഞ്ഞു. നിങ്ങൾ കേട്ട് കാണും ആ പ്രസംഗം ഇല്ലേ? എത്ര ക്ലാരിറ്റിയോടെയാ. സ്തോത്രം. തങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, സ്തോത്രം, ക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, അതിനകത്ത് ഒരു വരി പോലും കളയാൻ എനിക്കില്ലായിരുന്നു. മൊത്തം ഞാൻ റിസീവ് ചെയ്തു. ആത്മനിറവ് ഞാനത് റിസീവ് ചെയ്തു. ഏത് പ്രസംഗം കേട്ടാലും ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പ്രസംഗം കേൾക്കലുണ്ട്. എൻ്റെ വെറുതെ ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പ്രസംഗം കേൾക്കലാണ് എൻ്റെ പണി. ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ കേൾക്കും, ദൈവശബ്ദം കേൾക്കും. പ്രസംഗിക്കുന്നവരുടെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തും, സ്തുതിക്കും, സ്തോത്രം ചെയ്യും, ആത്മാർത്ഥമായി അന്യഭാഷ പറയും. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നമ്മളെ കണ്ടിട്ട് ഈ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും കിട്ടിയോ നമ്മളിൽ നിന്ന്? നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് പുതിയ തലമുറയ്ക്ക് വല്ല സന്ദേശം കിട്ടിയോ? അതോ അടുത്ത വർഷവും നമുക്ക് തന്നെ എന്നാണോ ചിന്തിക്കുന്നത്? ഞാനൊന്നും ഫില്ല് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ അങ്ങ് ഫില്ല് ചെയ്തു. സ്തോത്രം. എന്താ നമുക്ക് ആ പുതിയ തലമുറയ്ക്ക് ഈ എൻഡ് പോയിന്റ് എത്തി നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ജനത്തിന് കൊടുക്കാനുള്ളത്? സ്തോത്രം. എന്തേലും ഉണ്ടോ? കൊടുക്കാൻ എന്തേലും ഉണ്ടോ? അതോ അടുത്ത വർഷം നിങ്ങൾ തന്നെയാണോ ഇരിക്കുന്നത് അവിടെ ആ കസേരയിൽ? ആണോ? ഒന്ന് എഴുന്നേറ്റ് മാറിക്കേ. ഒരുപാട് പേരുണ്ട്, നല്ല ദൈവം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്.
ദൈവം നിങ്ങളെ ഇരുത്തിയതാ, ശരിയാ. ഈ ശൗലിനെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശൗലിന് പിടികിട്ടിയില്ല. പക്ഷേ കാട്ടി കിടക്കുന്ന ഒരുത്തനെ ദൈവം ചൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ശൗലിന് മനസ്സിലായില്ല. സ്തോത്രം. നമ്മളെ തള്ളിക്കളഞ്ഞോ ദൈവം? അതോ നമ്മളെ അള്ളിപ്പിടിച്ചിരിക്കുകയാണോ? സ്തോത്രം. ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ അവർ സ്നാനമേറ്റെന്ന് എഴുതിയേക്കുന്നത്. കാരണം ഫിലിപ്പോസിനെ വിശ്വസിക്കാൻ പരുവത്തിലുള്ള ആളാ. സ്തോത്രം. ഫിലിപ്പോസിനെ പ്രസംഗമൊക്കെ ശ്രദ്ധിച്ച് അതിന് മേലെ എഴുതിയിട്ടുണ്ട്. 12-ാം വാക്യം തുടക്കം തന്നെ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ്. ദൈവരാജ്യത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് അറിയിക്കുന്ന ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിനെ വിശ്വസിച്ചവർ സ്നാനമേറ്റു. ഫിലിപ്പോസ് എന്താ പ്രസംഗിച്ചത്? അത് വിശ്വസിച്ചവരാ സ്നാനമേറ്റത്. എന്താണോ ഫിലിപ്പോസ് പ്രസംഗിച്ചത് അതുപോലെ ഫിലിപ്പോസ് ജീവിക്കുന്നത്. ആ ജീവിക്കുന്നതാണ് ഫിലിപ്പോസ് പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഈ 2024 ഞാൻ ചില കടുത്ത പ്രാർത്ഥനകൾ നടത്തേണ്ടി വരുന്നു. ചില വിഷയങ്ങൾക്ക് വേണ്ടി കടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടി വരും എന്നാ തോന്നുന്നേ. സ്തോത്രം. കടുത്ത പ്രാർത്ഥന, അങ്ങനെ ആ വാക്ക് ഞാൻ പറയുന്നത്. കാരണം ചിലതൊക്കെ മാറണമെങ്കിൽ ഞാൻ തന്നെ പ്രാർത്ഥിച്ചാലേ നടക്കൂ, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാലേ നടക്കൂ. ചില സ്വഭാവ രീതികൾ മാറണമെങ്കിൽ, ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡുകൾ മാറണമെങ്കിൽ ശക്തമായി പ്രാർത്ഥിച്ചേ പറ്റൂ. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഫിലിപ്പോസ് നോക്കിയേ. സുവിശേഷം പ്രസംഗിക്കുന്ന ഫിലിപ്പോസിൽ വിശ്വസിച്ച ആളുകൾ സ്നാനം വെക്കുക. പ്രസംഗം ക്ലാരിറ്റി ആയിട്ടാണ് ഉള്ളത്, ജീവിതവും ക്ലാരിറ്റി ആയിട്ടാണ് അല്ലേ? ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രസംഗവും ജീവിതവും എങ്ങനെയുണ്ട്? നിങ്ങളുടെ പ്രസംഗവും ജീവിതവും എങ്ങനെയുണ്ട്? എന്തേലും കള്ളം പറഞ്ഞിട്ടുണ്ട്? എന്തേലും കള്ളം പറഞ്ഞിട്ടുണ്ട്? ചില ആൾക്കാരെ കൂടത്തിൽ കൂട്ടാൻ വേണ്ടി എന്തെല്ലാം ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ചില ആളുകൾ ഞങ്ങൾ മാത്രം മതി, വേറെ ആരും വേണ്ട, ആ രീതിയിൽ ഹൃദയത്തെ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലേ? ഇല്ലേ? സ്തോത്രം. ഒരിക്കലും പാടില്ല കേട്ടോ, പാടില്ല. ദൈവം നിങ്ങളെ തല്ലിക്കൊന്ന് കളയാത്തത് ആരുടെയൊക്കെയോ പ്രാർത്ഥന കടക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. എത്രയും പെട്ടെന്ന് പാപത്തെക്കുറിച്ച് ബോധവാന്മാരാകുക. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് നല്ല ഉയർച്ചകളും മാന്യതയൊക്കെ തരും. അതൊക്കെ നല്ലതാണ്, വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 2024 ഒരു മനുഷ്യനെയും വിമർശിക്കുന്ന പരിപാടി എനിക്കില്ല. 24 ഇനി അങ്ങോട്ട്. സ്തോത്രം. പക്ഷെ വചനത്തിന് ഒരു പുള്ളി ഞാൻ കുറയ്ക്കുകയില്ല, ഒരു മയവും ഉണ്ടാകുകയില്ല കേട്ടോ. ആമേൻ. കാരണം ഇതെൻ്റെ കയ്യിലേക്ക് തന്നത് ഏതെങ്കിലും ഉപദേശിമാരല്ല, ഇതെൻ്റെ കയ്യിലേക്ക് തന്നത് സർവശക്തനായ ദൈവമാണ്. ഇതിന് എന്നെ പ്രസംഗിക്കാൻ യോഗ്യനാക്കിയത് സർവശക്തനായ ദൈവമാണ്. നിങ്ങളെ യോഗ്യരാക്കിയതും അതേ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഒരു മയവും കാണിക്കരുത്, ഒരു മയവും കാണിക്കരുത്. നിങ്ങൾക്ക് വേദി കിട്ടിയില്ലെന്നേ ഉള്ളൂ. സ്വത്രം. ഞാൻ പണ്ടേ എടുത്തൊരു തീരുമാനം നിങ്ങളോട് പറയാം. ഞാൻ വേദി ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇത്ര കാലമായി, ഈ 28 വർഷമായി ഞാൻ പ്രസംഗിക്കുന്നു, പാടുന്നു. നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കൺവെൻഷൻ എനിക്കൊരു ചാൻസ് തരുമെന്ന്? ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളാനേ. 10,000-കണക്കിന് കൺവെൻഷനുകൾ, എന്തേലും വിവാഹ ശുശ്രൂഷകളിൽ ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ. നിങ്ങളെന്നെ ഒരു ശുശ്രൂഷകനെന്ന് വിചാരിച്ച് എന്നെ വിളിച്ചു, ദേവദാസനെ വരണം, ഞങ്ങളുടെ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കണം. അങ്ങനെയല്ലേ ഞാൻ വന്നേ. അതല്ലാതെ നിങ്ങളുടെ പുറകെ നടന്ന് അടുത്ത കൺവെൻഷൻ ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളാനേ, ധൈര്യമായിട്ട് പറഞ്ഞു. അതാണ് ഈ പുസ്തകം ചുമന്ന ദാനിയേൽ നീലഗിരിയുടെ നിലപാട്. സ്തോത്രം. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ഇടങ്ങളിൽ. ഇനി ആരെങ്കിലും എനിക്ക് കാണിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഇന്ന തരണമെന്ന് പറഞ്ഞ് പിടിച്ചും മേടിച്ചിട്ടില്ല. ന്യായമായത് നിങ്ങൾ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്, ഞാനത് വീട്ടിൽ വന്ന് തുറന്നു നോക്കിയിട്ടുമുണ്ട്. അല്ലാതെ
ഞാൻ വഴിയിൽ നിന്ന് പോലും തുറന്നു നോക്കാറില്ല. സ്തോത്രം. പിന്നെ നിങ്ങൾ തരുമ്പോഴെല്ലാം പറയുന്നൊരു വാക്കുണ്ട്, എന്താ അറിയോ, ദേവാസനെ വണ്ടിക്കൂലിയേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ, അല്ലാതെ ഞാൻ നിങ്ങളുടെ ആരുടെയും പോക്കറ്റെ പിടിച്ച് വലിച്ച് കീറിയിട്ടില്ല. സ്തോത്രം. അതുകൊണ്ടായി ഈ പുസ്തകം ധൈര്യത്തോടെ ദാനിയേലിനെ കീറി പ്രസംഗിക്കുന്നത്. സ്തോത്രം. പ്രിയരെ, ഫിലിപ്പോസിനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇപ്രാവശ്യം നിങ്ങൾക്ക് കേൾക്കണോ, ഇപ്രാവശ്യം ആന്ധ്ര മിഷൻ ട്രിപ്പില് സ്നാനപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്നത് 67 പേരാ. 67 പേര്. സ്തോത്രം. ഞാൻ ന്യൂ ഇയറിൽ എനിക്ക് എൻ്റെ മകളുടെ സ്നാനം ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോരട്ടെ വന്നത്. അല്ലെങ്കിൽ ഞാൻ ആ 67 മുക്കിയിട്ടേ ഞാൻ ഇട്ട് വരുള്ളൂ. അവിടെയുള്ള ദേവദാസന്മാരെ സ്നാനപ്പെടുത്താൻ ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. സ്തോത്രം. ഒരു മിഷൻ ട്രിപ്പ് കൊണ്ട് ആമേൻ എന്നെ കൊണ്ട് സാധിക്കുന്ന ഇത്രയൊക്കെയാണ്. പരിശുദ്ധാത്മാവ് കൂടി ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നത്. എൻ്റെ കൂടെ വരുന്ന ദൈവദാസന്മാരും അതുപോലെ പ്രാർത്ഥിക്കുന്ന അഭയാചന കഴിക്കുന്ന ദൈവദാസന്മാർ. ഞാൻ അവരോടൊക്കെ പറയാറുള്ളൊരു കാര്യം, നമ്മൾ ഒരുപാട് കാര്യം ചെയ്തില്ലെങ്കിലും നമ്മളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിലൂടെ, മനോഭാവത്തിലൂടെ ക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യണം ആളുകൾക്ക്. സ്തോത്രം. അങ്ങനെ മൈൻഡ് നമുക്കുണ്ടാകട്ടെ. ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാം. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ നിമിത്തം ഈ വർഷം നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഒരു 10 പേരെങ്കിലും സ്നാനപ്പെടണം. നിങ്ങളുടെ പ്രസംഗം കേട്ട് ഒരു 20 പേരെങ്കിലും സ്നാനപ്പെടണം. പ്രാർത്ഥിക്കാം നമുക്കൊരു വെച്ച്. കണ്ണടച്ചോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഫിലിപ്പോസിനെ വിശ്വസിച്ചവർ, ഫിലിപ്പോസിന്റെ വാക്കിനെ വിശ്വസിച്ചവർ, ഫിലിപ്പോസ് പ്രസംഗിച്ചത് കർത്താവെ ദൈവരാജ്യത്തെക്കുറിച്ചും അങ്ങയെക്കുറിച്ചുമുള്ള സുവിശേഷമാണ്. അതവർ അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഫിലിപ്പോസിനെ വിശ്വസിച്ചു. ഫിലിപ്പോസിന്റെ വാക്കുകളെ വിശ്വസിച്ചു. കർത്താവെ, ഞങ്ങൾ പറയുന്ന വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ നിറയ്ക്കട്ടെ. അവർ തീരുമാനത്തിലേക്ക് വരട്ടെ. ചിലർ സ്നാനപ്പെടട്ടെ, ചിലർ രക്ഷിക്കപ്പെടട്ടെ, ചിലർ മാനസാന്തരത്തിലേക്ക് അവരുടെ മൈൻഡിനെ മാറ്റട്ടെ. കർത്താവേ, ഇവരെ കൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രഭാതത്തിൽ കർത്താവരെ ഉപയോഗിക്കണമേ, കൃപ ചെയ്യണമേ. പ്രാർത്ഥന ഞാനും കേട്ട നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ഫിലിപ്പോസ് 7 പേരിൽ ഒരാളാണ്, അല്ലെ? 7 പേര് അങ്ങനെ എഴുതിയേക്കുന്നത്. അവിടെ നിങ്ങൾ മേലോട്ട് വായിച്ചാൽ മതി, അങ്ങനെ എഴുതിയിട്ടുണ്ട്. 7 പേരിൽ ഒരുവനാണ് സുവിശേഷകനായ ഫിലിപ്പോസ്. അദ്ദേഹം പുരുഷന്മാരെ സ്ത്രീകൾ സ്നാനമേറ്റു. ഫിലിപ്പോസ് അവരെ സ്നാനപ്പെടുത്തി, അല്ലേ? സുവിശേഷം സ്നാനപ്പെടുത്തി. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഉൾക്കൊള്ളാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്വത്രം. കാരണം എന്താണെന്നറിയോ, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരുവൻ്റെ അടുക്കൽ അയച്ച് അവനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത്രയും മനപ്പക്വത വന്നവർ ചുരുക്കമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി കേട്ടോ, സുവിശേഷകൻ സ്നാനപ്പെടുത്തി. അയ്യോ, നമുക്ക് അതങ്ങോട്ട് റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സുവിശേഷകനെ സ്നാനപ്പെടുത്താൻ പറ്റുമോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പലപ്പോൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ടാവും. ഒന്നും വിചാരിക്കല്ലേ. നിങ്ങൾ വഴക്കുണ്ടാക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വഴക്കുണ്ടാക്കിക്കോ. കാരണം പരിശുദ്ധാത്മാവാണ് ഫിലിപ്പോസിനെ കൊണ്ട് അത് ചെയ്യിച്ചത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോയി 2024. സ്തോത്രം. ഞാൻ വചനത്തിൽ തന്നെയാണ് പറയുന്നത്, വചനത്തിൽ നിന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല. നിങ്ങളെ കൊണ്ട് സുവിശേഷം അറിയിക്കുന്ന സുവിശേഷ പ്രവർത്തക, ദൈവദാസനെ, സഭാ ശുശ്രൂഷകനെ, ആമേൻ, അപ്പോസ്തലനെ, പ്രവാചകനെ, നിങ്ങളെ കൊണ്ട് ചില ആളുകളെ സ്നാനപ്പെടുത്താൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അതിനോട് തയ്യാറെടുക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.